ഹലോ, ഇന്ന് നമുക്ക് അധോമുഖം എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. നായകൻ തന്റെ ഭാര്യയ്ക്ക് ഗിഫ്റ്റ് സർപ്രൈസ് കൊടുക്കുവാനായി പ്ലാനിടും. പക്ഷേ അതെല്ലാം പൊളിയുകയാണ്. അവസാനം സർപ്രൈസ് പൊളിയാതിരിക്കാനായിട്ട് വീട്ടിലൊരു ഒളിക്യാമറ വെക്കുവാനായും തീരുമാനിക്കും. ഭാര്യയുടെ സൗന്ദര്യം ക്യാമറ കണ്ണുകളിലൂടെ പകർത്തി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് സർപ്രൈസ് നൽകാമെന്നാണ് അവൻ കരുതിയതും. എന്നാൽ ആ ക്യാമറയിൽ പതിയുന്ന വീഡിയോ നായകന്റെ ജീവിതമേ മാറ്റിമറിക്കുന്നു. ഭാര്യയെപ്പറ്റി ഒരു രഹസ്യം പുറത്തു വരികയാണ്. എന്താണതെന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഉറങ്ങുകയായിരുന്ന നായകൻ മാർട്ടിനെയും ഭാര്യ ലീനയെയും കാണിക്കും. ഇവർ ലവ് മാരേജ് ആണ്. ലീന കോഫി ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് പോയപ്പോൾ ഒരു തുണ്ട് പേപ്പർ തറയിൽ വീഴുകയാണ്. അതെടുത്തു നോക്കുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനായി എഴുതിയിരുന്നു. അവിടെ ചെല്ലുമ്പോഴോ അടുത്ത ചീട്ട് കിട്ടുകയാണ്. മാർട്ടിൻ അതെല്ലാം വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു. സർപ്രൈസ് എന്തോ ആണെന്ന് ലീനയ്ക്ക് മനസ്സിലായി. ഒടുവിൽ അലമാര തുറന്നു നോക്കിയപ്പോൾ അവിടെ മാർട്ടിൻ വെച്ചതല്ലാതെ മറ്റൊരു ഗിഫ്റ്റ് കാണുകയാണ്. മാർട്ടിന്റെ മുഖം വാടിപ്പോകുന്നു. അപ്പോൾ ലീന അലമാരയുടെ അപ്പുറത്തു നിന്നും മാർട്ടിൻ വെച്ച ഗിഫ്റ്റ് എടുക്കുകയാണ്. ലീന മുൻപേ അത് കണ്ടുപിടിച്ചു. അന്ന് രാത്രി തന്നെ എല്ലാം അവൻ സെറ്റാക്കിയിട്ട് കിടന്നപ്പോൾ ലീന വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് പോയി. അപ്പോൾ അവൾ തുണ്ട് പേപ്പറുകളൊക്കെ കണ്ടിരുന്നു. ഉടനെ തന്നെ ലീനയെ മറ്റൊരു ഗിഫ്റ്റ് റെഡിയാക്കിയെന്ന് അവനോട് പറഞ്ഞ് പരസ്പരം ഗിഫ്റ്റൊക്കെ കൈമാറും. അന്ന് അവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. എന്നെ സർപ്രൈസ് തന്നൊന്നും പറ്റിക്കാനാകില്ലെന്ന് ലീന പറയും. അങ്ങനെ മാർട്ടിൻ ജോലിക്കായി പോവുകയാണ്. വൈകിട്ട് നേരത്തെ എത്താം, നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ടാണ് മാർട്ടിൻ പോയതും. മാർട്ടിൻ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ബാലയുടെ ടീ ഫാക്ടറിയിൽ മാനേജറായിട്ടാണ് ജോലി ചെയ്യുന്നതും. ഓഫീസിൽ ഫയലുമായി ഒരു പയ്യൻ വരുമ്പോൾ, നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ, എങ്ങനെയാണ് അവൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഹിഡൻ ഫേസ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഗേൾ ഫ്രണ്ടിന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ടത് ഹൈഡ് ചെയ്തും വെച്ചു. അതിലൂടെ ക്യാമറ ആക്സസ് ചെയ്ത് അവളുടെ വീഡിയോസ് ഒക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുമായിരുന്നു. അതെല്ലാം എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ആക്കി അവൾക്ക് ഗിഫ്റ്റ് നൽകി. അവൾ അത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു എന്നും ആ പയ്യൻ പറയും. അത് കേട്ട മാർട്ടിൻ ആ ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അതിപ്പോഴും അവൈലബിൾ ആണ്. അന്ന് രാത്രി തന്നെ മാർട്ടിൻ ലീന അറിയാതെ അവളുടെ ഫോണിൽ അത് ഇൻസ്റ്റാൾ ചെയ്തു. അവന്റെ ലാപ്ടോപ്പുമായി അത് കണക്ട് ചെയ്യുകയും ചെയ്തു. നല്ല ഉദ്ദേശത്തോടെ ഭാര്യയ്ക്ക് സർപ്രൈസ് കൊടുക്കാനായി ചെയ്യുന്നതാണത്. മാർട്ടിൻ അടുത്ത ദിവസം ഓഫീസിലേക്ക് പോകും. ലാപ്ടോപ്പിലൂടെ ഭാര്യയെ കാണുകയാണ്. ലീനയുടെ മൊബൈലിന്റെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും എല്ലാം ആക്സസ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ലീനയ്ക്കറിയില്ല. ലീന കുക്ക് ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാർട്ടിൻ. അതേസമയം മാർട്ടിൻ ഒരു കോൾ വരും. ബെൻസൽ എന്ന ആളുടെ കോളാണ് വന്നത്. കോൾ എടുത്ത് സംസാരിക്കവേ ലീന മറ്റാരോടോ അവിടെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അത് മാർട്ടിൻ ശ്രദ്ധിക്കുന്നില്ല. ബെൻസൽ നേരിട്ട് കാണണമെന്ന് പറയുന്നതിനാൽ അന്ന് വൈകിട്ട് മാർട്ടിൻ അയാളെ കാണാനായി പോകുന്നു. ബെൻസൽ മാർട്ടിനോട് അയാളുടെ ടീ ഫാക്ടറി നോക്കി നടത്തിയാൽ മാർട്ടിന് ആവശ്യപ്പെടുന്ന കാശ് നൽകാമെന്ന് പറയും. എന്നാൽ മാർട്ടിൻ അതിന് തയ്യാറാകില്ല. കാരണം ബാല അവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആയതിനാൽ ബാലയെ വിട്ടിട്ട് പോകുവാൻ അവൻ തയ്യാറല്ല. മാത്രവുമല്ല, ഈ മാർട്ടിന്റെ അച്ഛനും ബാലയുടെ അച്ഛനും കൂട്ടുകാരായിരുന്നു. മാർട്ടിന്റെ അച്ഛൻ ആക്സിഡന്റായി മരിച്ചപ്പോൾ മാർട്ടിനെ വളർത്തിയതൊക്കെ ബാലയുടെ അച്ഛനായിരുന്നു. അവൻ പ്രണയിച്ച പെണ്ണിനെ തന്നെ വിവാഹവും ചെയ്തു കൊടുത്തു. അത്രയും അവന് വേണ്ടി ചെയ്തു കൊടുത്ത ബാലയെ ഉപേക്ഷിക്കാൻ മാർട്ടിനാകില്ലെന്ന് ബെൻസലിനോട് പറയുമ്പോൾ ബെൻസൽ അവനെ വിരട്ടിയിട്ട് പോവുകയാണ്. നീ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. അടുത്ത ദിവസം ലാപ്ടോപ്പിൽ ലീനയെ നിരീക്ഷിക്കുകയായിരുന്നു മാർട്ടിൻ. അപ്പോൾ ഒരു സിഗരറ്റ് പിടിച്ച കൈ കാണുകയാണ്. പെട്ടെന്ന് ആ കയ്യങ്ങ് മാറിയത് മാർട്ടിൻ കണ്ടിരുന്നു. അവിടെ മറ്റാരോ ഉണ്ടെന്ന് മാർട്ടിന് മനസ്സിലായി. അവൻ വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങി. ലീന നല്ല ചിരിച്ച മുഖത്തോടെ ആരോടോ സംസാരിക്കുകയാണ്. പക്ഷേ ഓഡിയോ ഓണാക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഓഡിയോ ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ മാർട്ടിൻ ഭാര്യയുടെ ഫോണിൽ എനേബിൾ ആക്കിയിട്ടില്ലായിരുന്നു. മാർട്ടിൻ തന്റെ ഭാര്യയ്ക്ക് ഒരു മെസ്സേജ് അയക്കും. അവൾ ആ മെസ്സേജ് കാണുന്നതൊക്കെ മാർട്ടിൻ വീഡിയോയിലൂടെ കാണാമായിരുന്നു. പക്ഷേ റിപ്ലൈ ചെയ്തത് 5 മണിക്കാണ്. മാർട്ടിന് വല്ലാത്ത ടെൻഷനാകുന്നു. അന്നേ ദിവസം വീട്ടിലെത്തിയ മാർട്ടിൻ മൂഡ് ഓഫ് ആയിരുന്നു. ലീന കാര്യം തിരക്കുമ്പോൾ, ഒന്നുമില്ല, നീ ഇന്നിവിടെ എന്തൊക്കെ ചെയ്തു എന്നവൻ ചോദിക്കുമ്പോൾ, കുക്ക് ചെയ്തു, ജോലിയൊക്കെ തീർന്നപ്പോൾ ഒരുപാട് ലേറ്റായി, ഞാൻ കിടന്നുറങ്ങി, വൈകിട്ടാണ് മാർട്ടിൻ അയച്ച മെസ്സേജ് കണ്ടതെന്നും പറയും. അവൾ കള്ളമാണ് പറയുന്നതെന്ന് അവന് മനസ്സിലായി. കാരണം അവൻ അയച്ച മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ ലീന കാണുന്നത് അവൻ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കിയിരുന്നു. അടുത്ത ദിവസവും വൈഫിനെ നിരീക്ഷിക്കുകയാണ്. ലീന ആരുമായോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഓഡിയോ ഓൺ അല്ലാത്തതിനാൽ കേൾക്കാനാകില്ല. മാത്രമല്ല, ആരോ വീട്ടിലും വന്നു. അയാളെ ലീന യാത്രയുമാക്കി. എല്ലാ തെളിവുകളോടും കൂടി മാത്രമേ ഭാര്യയോട് എല്ലാം ചോദിക്കൂ എന്ന് മാർട്ടിൻ തീരുമാനിക്കും. അന്ന് രാത്രി മാർട്ടിൻ ലീന ഉറങ്ങിയപ്പോൾ അവളുടെ ഫോണിലെ ആപ്പിൽ ഓഡിയോ ഓൺ ചെയ്യും. മാത്രവുമല്ല, അവളുടെ വാട്സപ്പ് മാർട്ടിൻ തന്റെ മറ്റൊരു ഫോണിലേക്ക് മാറ്റും.
എന്നിട്ട് ലീന അറിയാതെ പഴയ ഒരു ഫോണിന്റെ ക്യാമറ ഓണാക്കി വെച്ചിട്ടാണ് അവൻ പിറ്റേന്ന് ഓഫീസിൽ പോയതും. ഓഫീസിലെത്തി ലാപ്ടോപ്പ് ഓണാക്കുമ്പോൾ ലീന ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. നമുക്കിതുപോലെ തന്നെ മുന്നോട്ട് പോകാം എന്നൊക്കെയാണ് അവർ പറയുന്നതും. മാത്രവുമല്ല ലീന ഫോട്ടോസൊക്കെ വാട്സപ്പ് വഴി കാമുകൻ അയക്കുന്നുണ്ട്. അയാൾ വരും ആഹാരമുണ്ടാക്കി വെക്കുവാനായും പറയും. അതൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന മാർട്ടിന് സഹിക്കാനായില്ല. മാർട്ടിൻ അവരുടെ പ്രണയകാലത്തെ പറ്റിയൊക്കെ ഓർക്കും. സ്കൂളിൽ പഠിക്കുമ്പോൾ മാർട്ടിന് ലീനയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾ സുന്ദരിയായതിനാൽ ഒരുപാട് ആൺകുട്ടികൾ അവളുടെ പിന്നാലെ നടക്കുമായിരുന്നു. പക്ഷേ അവൾ ആരെയും അക്സെപ്റ്റ് ചെയ്തില്ല. അവളുമായുള്ള ഫ്രണ്ട്ഷിപ്പ് പോകുമെന്ന് പേടിച്ച് അവൻ അവളോട് ഇഷ്ടം തുറന്നു പറഞ്ഞതുമില്ല. വർഷങ്ങൾ കടന്നുപോയി. ഒരിക്കൽ ലീനയെ വീണ്ടും കണ്ടുമുട്ടി. അവരാ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും പുതുക്കി. അന്ന് മാർട്ടിൻ അവളോട് തനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം തുറന്നു പറയുകയാണ്. അപ്പോൾ ലീന എനിക്ക് ചിറ്റപ്പൻ മാത്രമേ ഉള്ളൂ, ചിറ്റപ്പനോട് ചോദിക്കുവാനായും പറയും. അങ്ങനെ വീട്ടുകാരുമായി സംസാരിച്ച് കല്യാണവും ഉറപ്പിക്കുകയാണ്. ബാലുവും അച്ഛനും ചേർന്നാണ് വിവാഹം നടത്തി കൊടുത്തതും. അങ്ങനെ ആ സീൻ അവിടെ അവസാനിക്കുകയാണ്. അപ്പോഴും അവൻ ചിന്തിക്കുന്നത് ഇത്രയും നല്ല സ്വഭാവമുള്ള പെൺകുട്ടിക്ക് എങ്ങനെ ഇങ്ങനെ ചതിക്കാനൊക്കെ പറ്റുന്നു എന്നായിരുന്നു. അങ്ങനെ വീണ്ടും വീഡിയോ നിരീക്ഷിക്കുമ്പോൾ കാമുകൻ ലീനയോട് പറയുന്നുണ്ട്, നിന്റെ ഭർത്താവിനെ കൊല്ല്, നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന്. അത് കേട്ട് അവൻ ഞെട്ടിപ്പോവുകയാണ്. അന്ന് രാത്രി ലീനയുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നിരുന്നു, നാളെ 3 മണിക്ക് നമുക്ക് കാണാമെന്ന്. 3 മണിയായപ്പോൾ ലീന പോവുകയാണ്. അതെല്ലാം മാർട്ടിൻ വീഡിയോ വഴി കാണുന്നുണ്ട്. അയാളുടെ അടുത്തെത്തുമ്പോൾ മാർട്ടിനെ കൊല്ലാനായിട്ട് ഒരു തോക്ക് അയാൾ കൊടുക്കും. പറ്റിയില്ലെങ്കിൽ ആഹാരത്തിൽ വിഷമൊഴിച്ചു കൊടുക്കാനായും പറയും. അതെല്ലാം കേൾക്കുന്ന മാർട്ടിന് പേടിയാകുവാനായും തുടങ്ങി. അവന് വീട്ടിൽ പോകുന്നതേ പേടിയായി തുടങ്ങി. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ലീനയും കാമുകനും ചേർന്ന് അവനെ കൊല്ലുന്നതായി അവൻ സ്വപ്നം കണ്ടു. അവൻ ഞെട്ടി ഉണരും. അടുത്ത ദിവസം രാവിലെ തന്നെ ഒരു ഫ്രണ്ടിനടുത്തെത്തി കാശ് കൊടുത്ത് ഒരു തോക്ക് വാങ്ങുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവനൊന്നും പറഞ്ഞില്ല. അന്ന് തന്നെ ലീന പുറത്തേക്ക് പോയപ്പോൾ മാർട്ടിൻ അവളെ ഫോളോ ചെയ്തു. അവൾ കാടിനുള്ളിലെ ഒഴിഞ്ഞ കെട്ടിടത്തിലേക്കാണ് പോയത്. അവിടെ കാമുകനൊപ്പം നിന്ന് സംസാരിക്കുന്ന ലീനയെ അവൻ കാണും. ലീനയോട് തോക്കുവെച്ച് വെടിവെച്ചവനെ കൊല്ലാനായി കാമുകൻ പറയും. എന്നാൽ ലീന ആ തോക്കെടുത്ത് അയാളെ തന്നെ വെടിവെച്ച് കൊന്നു. അതിനുശേഷം ലീന ഒരു കോൾ ചെയ്യും. ആരെയോ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് അയാളെ കാണാനായി പോകുന്നു. മാർട്ടിൻ അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ്. ലീന കാണാൻ പോയത് ബെൻസലിനെ ആയിരുന്നു. അയാളുടെ കയ്യിൽ ലീനയെ സംബന്ധിച്ച് എന്തോ ഒരു ഫയലുണ്ട്. അത് വെച്ചാണ് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഫയലിന്റെ കോപ്പി വെച്ചാണ് മറ്റൊരാൾ അവളോടൊപ്പം ജീവിക്കണമെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് ഹസ്സിനെ വരെ കൊല്ലണമെന്ന് പറയിക്കുന്നത്. ഈ വിഷയമെല്ലാം ബെൻസലിനോട് പറഞ്ഞതിനാൽ അയാൾ പറഞ്ഞതനുസരിച്ചാണ് ലീന അയാളെ വെടിവെച്ച് കൊന്നതും. ഇനി നീയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യുവാനായും പറഞ്ഞിട്ട് ബെൻസൽ പോകുന്നു. അതെല്ലാം മാർട്ടിൻ കേൾക്കുന്നുണ്ടായിരുന്നു. ലീന നേരെ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യുവാനായി എത്തി അവിടെ ഇരുന്ന് ഒരുപാട് കരയും. അതേസമയം തന്നെ മാർട്ടിൻ അവളുടെ അടുത്തേക്ക് എത്തുമ്പോൾ ലീന ഷോക്കായി പോവുകയാണ്. എന്താ ഇവിടെ നടക്കുന്നത്? അയാളുമായൊക്കെയാണോ നിനക്ക് ബന്ധം? അതെന്താ വീഡിയോ ആണോ? മോശപ്പെട്ട വീഡിയോ ആണോ? നീയുമായി ബന്ധപ്പെട്ട വീഡിയോ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെല്ലാം അവൾ അതേ എന്ന് മറുപടി പറഞ്ഞു. എടി ദ്രോഹി, പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് നിനക്ക് അയാളുമായി ബന്ധമുണ്ടാക്കാൻ എങ്ങനെ തോന്നിയടി എന്ന് ചോദിച്ച് ആ മൊബൈൽ പിടിച്ചു വാങ്ങി വീഡിയോ നോക്കുമ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. അത് മാർട്ടിനും മറ്റൊരു പെൺകുട്ടിയും തമ്മിലുള്ള വീഡിയോ ആയിരുന്നു. അത് കണ്ട മാർട്ടിൻ, ഇത് ഞാനല്ല, മുൻപ് ഓഫീസിൽ വെച്ച് ഒരു പെണ്ണെന്നോട് ഇടപഴകാൻ വന്നപ്പോൾ ഞാൻ തയ്യാറായില്ല, അവളെ ഞാൻ പിടിച്ചു മാറ്റി, അത് പിന്നെ മറ്റാരെയോ വെച്ച് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്ന് മാർട്ടിൻ പറയുകയാണ്. അത് കേട്ട ലീന, എനിക്കതെല്ലാം അറിയാം, ചെറിയ കാര്യത്തിന് പോലും ഒരുപാട് സെൻസിറ്റീവ് ആകുന്ന ആളാണ് നിങ്ങൾ, എനിക്കതറിയാവുന്നത് കൊണ്ട് ഞാനിത് ഡീല് ചെയ്യാമെന്ന് കരുതി. നിങ്ങൾ ഒരിക്കലും അങ്ങനൊരാളല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്നും ലീന പറയുന്നു. ബെൻസൽ ഈ വീഡിയോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് നിങ്ങളുടെ ഫാക്ടറിയുടെ ഡോക്യുമെന്റ് നൽകാൻ പറഞ്ഞു. അത് തന്നാൽ ഇത് ഡിലീറ്റ് ചെയ്യാമെന്നും പറഞ്ഞു. അതിനാലാണ് ഞാൻ ഇതിന് തയ്യാറായത്. ഇതെല്ലാം അറിഞ്ഞ ബെൻസലിന്റെ അസിസ്റ്റന്റ് എന്നെ യൂസ് ചെയ്യുവാനായി ശ്രമിച്ചു. അങ്ങനെ എല്ലാ കാര്യവും അവൾ തുറന്നു പറഞ്ഞു. ലീന നല്ലവളാണെന്ന് മാർട്ടിന് മനസ്സിലായി. ഡെഡ് ബോഡി അവൻ മറവ് ചെയ്യാമെന്ന് പറഞ്ഞ് എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി ഡെഡ് ബോഡിയും മറവ് ചെയ്യുന്നു. അതേസമയം അവനൊരു കോൾ വരും. അവൻ ഡെഡ് ബോഡി മറവ് ചെയ്തത് വെച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു അതിൽ. വീട്ടിലെത്തിയ മാർട്ടിൻ ലീനയോട് എല്ലാം പറഞ്ഞു കൊടുത്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല, നിങ്ങളുടെ ഫോണിൽ ബെൻസൽ പറഞ്ഞിട്ട് ഒരു ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു, അതുവഴി നടക്കുന്നതെല്ലാം അയാൾക്കറിയാമെന്നും ലീന പറയും. ലീനയുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അതേ ആപ്പ് തന്നെയാണ് ബെൻസൽ പറഞ്ഞ് ലീന മാർട്ടിന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതും. അതിന്റെ ആക്സസ് മറ്റാരുടെ കയ്യിലാണ്, അത് ലീനയ്ക്ക് അറിയില്ലെന്നും പറയും. ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യുന്നത് ക്യാമറ വഴി അയാൾ കണ്ടിരുന്നു. അതേസമയം ടി വിയിൽ ഒരു ന്യൂസ് വരും.
മാർട്ടിൻ തന്റെ ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുള്ളത് കണ്ടെത്തി അയാളെ എസ്റ്റേറ്റിൽ കൊണ്ടുവന്ന് കൊന്നു കുഴിച്ചു മൂടിയെന്നുമായിരുന്നു ആ ന്യൂസിൽ. ഫോട്ടോ ഉൾപ്പെടെയുണ്ടായിരുന്നു. പോലീസ് മാർട്ടിനെ അന്വേഷിച്ചു തുടങ്ങി. മാർട്ടിൻ നടന്നതെല്ലാം ബാലയോട് വിളിച്ചു പറയും. ബാല അവനെ സമാധാനിപ്പിക്കും. അങ്ങനെ മാർട്ടിൻ ഒരാളെ കാണാനായിട്ട് റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അവിടെ ബെൻസലിനെ കാണുന്നു. അവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. ബെൻസലിനൊപ്പം മറ്റൊരാളുമുണ്ട്. അത് മറ്റാരുമല്ല, ബാലയായിരുന്നു. നല്ല ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കുകയാണവർ. ബാല അറിയാതെ തന്നെ അവന്റെ പുതിയ ഗസ്റ്റ് ഹൗസിൽ മാർട്ടിൻ പോവുകയാണ്. അവിടെ ഒരു റൂം മുഴുവൻ ബാല മാർട്ടിനെ നിരീക്ഷിക്കുന്നതിനെ പറ്റിയായിരുന്നു. വീഡിയോസും ഫോട്ടോസും ഉൾപ്പെടെ ഒരുപാടുണ്ട്. ആ പയ്യനെ കൊണ്ട് ആപ്പിനെ പറ്റി പറയിച്ചതും ബാല തന്നെയായിരുന്നു. ഇതുവരെ നടന്നതെല്ലാം ബാലയുടെ നാടകമായിരുന്നു. ആ വന്ന ബെൻസൽ ഉൾപ്പെടെ എല്ലാ നാടകമായിരുന്നു. അതേസമയം ബാല അവിടേക്ക് വരും. നീ എന്തിനിങ്ങനെ എന്നോട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ നീ കരുതും പോലെ ഒന്നുമില്ലാന്ന് ബാല പറയും. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവർ രണ്ടും തമ്മിൽ തല്ലാവുകയാണ്. അടി നടന്ന് അവസാനം ബാല മരിക്കുമെന്നായപ്പോൾ അവനുള്ള സത്യമൊക്കെ തുറന്നു പറയും. മാർട്ടിന്റെ അച്ഛനും ബാലയുടെ അച്ഛനും ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നുമല്ല. മാർട്ടിന്റെ അച്ഛൻ തന്റെ 3000 ഏക്കർ ഭൂമി നോക്കുവാൻ ഒരാളെ സഹായത്തിന് വെക്കും. അയാളാണ് ബാലയുടെ അച്ഛൻ. മാർട്ടിന്റെ അച്ഛനെയും അമ്മയെയും ആക്സിഡന്റ് ആക്കി കൊന്ന് സ്വത്തെല്ലാം എടുക്കാമെന്ന് അവർ കരുതിയിരുന്നു. അത് പറഞ്ഞുകൊണ്ട് നിൽക്കവേ പോലീസ് അവിടെ എത്തുന്നതിനാൽ മാർട്ടിൻ രക്ഷപ്പെട്ട് ഓടുകയാണ്. മാർട്ടിൻ നേരെ പണ്ട് പോകാറുള്ള ചർച്ചിൽ വന്ന് ഫാദറിനെ വിളിച്ച് കാര്യം തിരക്കും. മാർട്ടിനെ അവർ കൊല്ലാതെ വെറുതെ വിട്ടത് അച്ഛന്റെ മരണശേഷം മാർട്ടിനാണ് അധികാരം മുഴുവൻ. മാർട്ടിൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആ സ്വത്ത് പള്ളിക്ക് വന്ന് ചേരുമെന്ന രീതിയിലാണ് വിൽപത്രം തയ്യാറാക്കിയിട്ടുള്ളതെന്നും അച്ഛൻ പറയും. അതിനാലാണ് അവനെ കൊല്ലാതെ വിട്ടതെന്നും പറയുകയാണ്. അതേസമയം പോലീസ് അവിടെ എത്തുന്നതിനാൽ മാർട്ടിൻ ഓടിപ്പോകും. അവനൊരു ലൈറ്റ് ഹൗസിൽ ഒളിച്ചിരിക്കാനായി ചെല്ലുമ്പോൾ അവിടെ വെച്ച് പോലീസ് അവനെ പിടികൂടി സ്റ്റേഷനിലേക്കും കൊണ്ടുപോകും. അങ്ങനെ ജയിലിലായ മാർട്ടിനെ കാണാൻ ലീന എത്തുകയാണ്. ലീനയോട് മാർട്ടിൻ ബാലയെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തുറന്നു പറയും. അതേസമയം പോലീസ് സമയമായി ലീന തോമസ് എന്ന് പറയുന്നത് കേട്ട് മാർട്ടിൻ ഞെട്ടും. അവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ്. ലീനയുടെ പേര് പണ്ട് ലീന മഹാദേവൻ എന്നായിരുന്നു. ലീനയുടെ യഥാർത്ഥ പേര് ലീന തോമസ് എന്നായിരുന്നു. ഈ തോമസ് ബാലയുടെ അച്ഛനാണ്. എന്ന് വെച്ചാൽ ഇവരുടെ രണ്ടുപേരുടെയും അച്ഛൻ. ബാലയും ലീനയും സഹോദരങ്ങളാണ്. മാർട്ടിന്റെ സ്വത്ത് തട്ടിയെടുക്കാനായി കളിച്ച നാടകമാണ് ഇതെല്ലാം. ലീനയെ കൊണ്ട് പ്രണയിപ്പിച്ചതെല്ലാം അതിനായിരുന്നു. കാരണം ഇനി മാർട്ടിന് എന്ത് സംഭവിച്ചാലും കുടുംബത്തിനാണ് സ്വത്ത്, ഭാര്യ അവകാശി. ലീനയോട് അതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, കുട്ടിക്കാലം മുതൽ ആ ഒരു സ്വത്തിന്റെ കാര്യം പറഞ്ഞാണ് അച്ഛൻ ഞങ്ങളെ വളർത്തിയത്. സ്വത്തിന് വേണ്ടി മാത്രമാണ് അവനെ സ്നേഹിച്ചതെന്ന കാര്യം ലീന തുറന്നു പറയുന്നു. അതുവരെ ഉണ്ടായിരുന്ന ഒരാളെ അല്ലായിരുന്നു ലീന പിന്നീട്. നിന്റെ ദേഹത്ത് ഒരു രോഗത്തെ ഞാൻ വളർത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അവന് കണ്ണൊക്കെ കറങ്ങുവാനായി തുടങ്ങി. അവന്റെ ശരീരത്ത് എന്തോ ഒന്നവൾ ചെയ്തിട്ടുണ്ട്. മാർട്ടിനാകെ തകർന്ന അവസ്ഥയിലാണ്. അവരോട് പ്രതികാരം ചെയ്യണമെന്നായി അവനെ. ജയിലിൽ ദിവസങ്ങൾ കടന്നു പോകെ മാർട്ടിനെ സഹായിക്കാനായി ഒരാൾ മുന്നോട്ട് വരും. നിന്റെ 3000 ഏക്കർ സ്വത്ത് തിരിച്ചു പിടിക്കാൻ ഞാൻ സഹായിക്കാം, പ്രതികാരം ചെയ്യാനും സഹായിക്കാം. പകരം എനിക്ക് എന്ത് തരുമെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ചിന്തിക്കാതെ 1000 ഏക്കർ തരാമെന്ന് അവൻ പറയും. പതിയെ പതിയെ അവൻ അവരെ വിശ്വസിച്ചു തുടങ്ങി. ജയിലിൽ ബാലയും തോമസും ഏർപ്പാടാക്കിയ സ്പൈകളെയൊക്കെ ആദ്യം അവർ ഒതുക്കി. എന്നിട്ട് മാർട്ടിനും ഗ്യാങ്ങും പറയുന്നതെന്തോ അതാണ് പിന്നീട് ബാലയെ അവർ അറിയിച്ചതും. പിന്നെ CCTV ക്യാമറയൊക്കെ ആക്സസ് ചെയ്തു. അവിടെ അതിനുള്ള സെറ്റപ്പ് ഒക്കെ അവർ ഉണ്ടാക്കിയെടുത്തു. ബാലയെയും തോമസിനെയും ലീനയും ഒക്കെ നിരീക്ഷിക്കുവാനായും തുടങ്ങി. ലീന ഒരു ബൈക്ക് റൈഡറാണ്. ബൈക്കിൽ അവൾ കറങ്ങി നടക്കുകയാണ്. ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇറങ്ങിയ ലീനയുടെ ബൈക്കിൽ ആരോ ഒരു ഗിഫ്റ്റ് വെച്ചിരുന്നു. അത് ഈ മാർട്ടിന്റെ ഏർപ്പാടിൽ വന്നതായിരുന്നു. അത് തുറന്നു നോക്കുമ്പോഴോ ലീന ഊരി നൽകിയ വിവാഹമോതിരം. ലീനയ്ക്ക് ഒരു കോളും വരും. മാർട്ടിനായിരുന്നു വിളിച്ചത്. പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഞാൻ ഗിഫ്റ്റ് തരാൻ കഴിവില്ലാത്തവനാണെന്നല്ലേ നീ പറഞ്ഞത്? ഈ ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? വെയിറ്റ് ചെയ്, ഞാൻ വരുന്നുണ്ട് എന്ന് മാർട്ടിൻ പറയുകയാണ്. അത് കേട്ടതും ലീനയ്ക്ക് പേടിയായി അവളുടെ കിളിയൊക്കെ പോകുന്നു. അതോടുകൂടി സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ പിശുക്ക് കാണിക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.